ഹായ് മക്കളെ, പ്ലസ് ടു കുട്ടികൾ ഒരുപാട് ടെൻഷൻ അടിച്ച് കാത്തിരുന്ന ആ ഒരു ബിഗ് അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പ്ലസ് ടു എക്സാമിന് ശേഷം റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇലക്ഷൻ നടന്നുകൊണ്ടുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ഡിലേ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇന്ന് ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തലങ്ങും വെല്ലങ്ങും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ എന്താണ്, SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം വൈകും എന്നുള്ള കാര്യത്തിലാണ്. മക്കളെ, ഇതിൽ വലിയ വൈകലൊന്നുമില്ല. കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടന്നതുകൊണ്ടുള്ള ചെറിയ ഡിലേ മാത്രമാണ് അവിടെ സംഭവിച്ചത്. കഴിഞ്ഞ വർഷം മെയ് 22 റിസൾട്ട് പ്രഖ്യാപിച്ചെങ്കിൽ ഇത്തവണ അത് മെയ് 25 അവിടെ കാര്യമായിട്ട് ഡിലേ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന സ്വാഭാവികമായ ഇലക്ഷൻ നടന്നുകൊണ്ടുള്ള ചെറിയൊരു ഡിലേ മാത്രമേ ഉള്ളൂ. വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാല്യുവേഷനെ ബന്ധപ്പെട്ട് പല സംശയങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. വാല്യുവേഷൻ ലിബറൽ ആയിരിക്കുമോ, വാല്യുവേഷൻ ടഫ് ആയിരിക്കുമോ, ഡബിൾ വാല്യുവേഷൻ ഉള്ളതുകൊണ്ട് മാർക്ക് കുറയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. അക്കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ കൺസേൺ ചെയ്യേണ്ട. നിങ്ങൾക്ക് കിട്ടാനുള്ള മാർക്ക് അവിടെ കിട്ടും കേട്ടോ. അതായത് മാർക്ക് നിങ്ങളുടെ അന്യായമായി കുറയ്ക്കുകയൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഒരു പരിധിക്കപ്പുറം കൂട്ടും എന്നുള്ള അങ്ങനെയുള്ള വ്യാമോഹം ആരും വെക്കേണ്ട. ഫെയർ ആയിരിക്കും കേട്ടോ. നമ്മുടെ പേപ്പർ വാല്യുവേഷൻ, നമ്മുടെ സിസ്റ്റം അടിപൊളിയാണ്. അക്കാര്യത്തിലൊക്കെ ഒരു കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് പേപ്പർ വാല്യുവേഷൻ നടക്കുക. അപ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് ഈ ഒരു ഡേറ്റിൽ മുന്നോട്ട് ഇനി വരാൻ ചാൻസ് ഇല്ല. മേ ബി എന്തെങ്കിലും ചെറിയപ്പോൾ ഒരു ഡേ ഒക്കെ ചിലപ്പോൾ അങ്ങോട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ ഭാവിയെ ബാധിക്കാൻ പോകുന്നില്ല. ചില കുട്ടികൾ അങ്ങനെ പറഞ്ഞു കേട്ടു ഞാൻ. അതായത് ഡിലേ, കേരളത്തിൽ എക്സാം റിസൾട്ട് ഡിലേ ആയതുകൊണ്ട് കേരളത്തിനകത്തും പുറത്തും വിദേശത്തൊക്കെ പ്രൈവറ്റ് ആയിട്ടൊക്കെ നോക്കുന്നവരെ അഡ്മിഷനെ ബാധിക്കും. അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല കേട്ടോ. അതൊക്കെ വെറുതെയാണ്. ചിലപ്പോൾ നിങ്ങളെ ഏജൻസ് ഒക്കെ ചിലപ്പോൾ ഒന്ന് പുഷ് ചെയ്യും. സീറ്റ് തീർന്നു പോകും, വേഗം ജോയിൻ ചെയ്യൂ. അത് ബേസിക്കലി നിങ്ങളെ പൈസ പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള ഒരു അടവ് മാത്രമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ ഭാവി ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്താം. ആൻഡ് ബാക്കി നീറ്റായാലും കീമായാലും JEE ആയാലും ഇന്ത്യയിലെ ഏത് അഡ്മിഷൻ പ്രോസസ് ആണെങ്കിലും ഈ ഒരു ഡേറ്റ്സ് അതിൽ നോർമലാണ്. നിങ്ങൾ മിസ് ഔട്ട് ആവില്ല. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. എക്സാം റിസൾട്ട് വരിക, നമ്മൾ ആ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഒരു സബ്ജക്റ്റൊക്കെ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്താണോ കൺസേൺസ് ഉള്ളത് അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ വേഗം ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.